ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രഭാത വചനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് എടുത്തിരിക്കുന്ന ചിന്താവിഷയം എന്നത് പിന്മാറ്റത്താൽ സംഭവിക്കുന്നത് എന്താണ് എന്നതാണ്. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൾ ഊർജ്ജസ്വലത ഉള്ള ഒരു വ്യക്തി ആയിരിക്കണം. ഈ ലോകത്തിലേക്ക് വരുന്ന ഏവർക്കും ഓരോ ദൗത്യമുണ്ട്. അത് നിർവഹിക്കുന്നവർ മാത്രമേ ഈ ജീവിതത്തിൽ വിജയിക്കുകയുള്ളൂ എന്നാണ് നമ്മുടെ പിതാക്കന്മാർ നമ്മെ പഠിപ്പിച്ചിരിക്കുന്നതും നമ്മുടെ അനുഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നതും. ദൗത്യം എന്നത് എന്താണ്? അവനവൻ്റെ കടമ നിർവഹിക്കുന്നതിനെ ദൗത്യം എന്ന് പറയുന്നു. ഒരു പിതാവിൻ്റെ ദൗത്യം എന്താണ്? ആ കുടുംബത്തെ ശരിയായ രീതിയിൽ നയിക്കുക, ആത്മീയമായി കുഞ്ഞുങ്ങളെ വളർത്തുന്നതിന് ഉള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക, സാമ്പത്തിക ഭദ്രത ഉളവാക്കുക, വീട്ടിൽ ബഹുമാനവും സ്നേഹവും ഉളവാക്കുക എന്നതാണ് ഒരു മാതാവിൻ്റെ ദൗത്യം. എന്താണ്? അവൾ വീടിൻ്റെ വിളക്ക് ആയിരിക്കണം, സൗമ്യത ഉള്ളവൾ ആയിരിക്കണം, നല്ല ഒരു ഭാര്യ ആയിരിക്കണം, നല്ല ഒരു അമ്മയായിരിക്കണം, നല്ല ഒരു ഉപദേശക ആയിരിക്കണം, കുടുംബ സമാധാനം നിലനിർത്തുന്നവളായിരിക്കണം, കുഞ്ഞുങ്ങളെ ആത്മീയമായി വളരാൻ സഹായിക്കുന്നവളായിരിക്കണം. ഒരു വീട്ടിലുള്ള മക്കളുടെ ദൗത്യം എന്താണ്? മാതാപിതാക്കളെ അനുസരിക്കണം, ആത്മീയമായി വളരണം, ഗുരുക്കന്മാരെ ബഹുമാനിക്കണം, ആത്മീയ ഗുരുക്കന്മാരെ വന്ദിക്കണം, തന്നെ ഏൽപ്പിച്ചതായ കാര്യങ്ങൾ കൃത്യമായി നിർവഹിക്കണം. മുതിർന്നവരുടെ ദൗത്യം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അവരുടെ ജീവിതാനുഭവങ്ങൾ കുഞ്ഞുമക്കൾക്കും പകർന്നു കൊടുക്കണം. ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് ഒഴിഞ്ഞ് അടുത്ത തലമുറയെ ഉത്തരവാദിത്വങ്ങളിൽ ഉറപ്പിക്കണം. ആത്മീയമായി ബാക്കി ജീവിതം ജീവിക്കണം. എല്ലാവരും ജീവിക്കുന്നത് പോലെ ജീവിക്കാതെ എല്ലാവർക്കും മാതൃകയായിരിക്കുവാൻ ശ്രമിക്കണം. ഇന്നത്തെ ചിന്താവിഷയം പിന്മാറ്റത്തിൽ സംഭവിക്കുന്നത് എന്നതാണ്. ദൗത്യം നിർവഹിക്കാത്ത വ്യക്തി പിന്മാറ്റക്കാരനാണ്. അവിടെ എല്ലാം നശിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. പിന്മാറ്റം കൊണ്ട് സംഭവിക്കുന്നത് എന്തൊക്കെയാണ് എന്ന് തിരുവചനത്തിലൂടെ നമുക്ക് ഒന്ന് നോക്കാം. ദൈവത്തിൽ നിന്നും അകലുകയാണ് ഒരു ദൗത്യം, അതായത് പിന്മാറ്റത്തിൽ സംഭവിക്കുന്നത്. ആവർത്തന പുസ്തകം 29-ാം അധ്യായം 18-ാം വാക്യവും 19-ാം വാക്യവും ഇങ്ങനെ പറയുന്നു: അങ്ങനെയുള്ളവൻ ഈ ശാപവചനങ്ങളെ കേൾക്കുമ്പോൾ വരണ്ടതും നനവുള്ളതും ഒരുപോലെ നശിക്കേണ്ടതിന് ഞാൻ എൻ്റെ ഹൃദയത്തിൽ കാഠിന്യപ്രകാരം നടത്താനും എനിക്ക് സുഖം ഉണ്ടാകുമെന്ന് പറഞ്ഞ് തൻ്റെ ഹൃദയത്തിൽ തന്നെത്താൻ അനുഗ്രഹിക്കും. അവനോട് ക്ഷമിപ്പാൻ യഹോവയ്ക്ക് മനസ്സ് വരാതെ യഹോവയുടെ കോപവും തീക്ഷ്ണതയും ആ മനുഷ്യൻ്റെ നേരെ ജ്വലിക്കും. ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ശാപമൊക്കെയും അവൻ്റെ മേൽ വരും. യഹോവ ആകാശത്തിന് കീഴിൽ നിന്ന് അവൻ്റെ നാമം വായിച്ചു കളയും എന്നാണ് ഇവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നത്. നമ്മൾ സേവിക്കുന്നതായ ജീവനുള്ള ദൈവത്തിൽ നിന്നും അകന്ന് നമ്മെ തന്നെ പ്രശംസിക്കുന്ന ആ പ്രവണത നമ്മെ ദൈവത്തിൽ നിന്നും അകറ്റും. അതോടെ ആകാശത്തിന് കീഴിൽ നിന്ന് അവൻ്റെ നാമം മായ്ച്ചു കളയുമെന്നാണ് ഈ വചനം നമ്മോട് പറയുന്നത്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ദൈവ സന്നിധി വിട്ട് ഓടി ഒളിക്കുകയാണ് പിന്മാറ്റത്തിൽ നിന്നും സംഭവിക്കുന്നത്. യെശയ്യാ പ്രവചനം നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്, മഹത്വമുള്ളവനായ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 2-ാം വാക്യം 59-ാം അധ്യായം 2-ാം വാക്യത്തിൽ എന്താണ് പറയുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രേ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്. നിങ്ങളുടെ പാപങ്ങൾ അത്രേ അവൻ കേൾക്കാത്തവണ്ണം അവൻ്റെ മുഖത്തെ നിങ്ങൾക്ക് മറയ്ക്കുമാറാക്കിയിരിക്കുന്നത് എന്നാണ് ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ മഹത്വമുള്ളവനായ യെശയ്യാ പ്രവാചകൻ പറയുന്നത് നമ്മുടെ അകൃത്യങ്ങളാണ് നമ്മളെ ദൈവത്തിൽ നിന്നും ഭിന്നിപ്പിച്ചിരിക്കുന്നത് എന്നാണ് എടുത്തു പറഞ്ഞിരിക്കുന്നത്. ദൈവകൃപയിൽ നിന്നും വീണുപോവുകയാണ് പിന്മാറ്റക്കാർക്ക് സംഭവിക്കുന്നത്. ഗലാത്യർ എഴുതിയ ലേഖനം 1-ാം അധ്യായം 6 മുതൽ 8 വരെയുള്ള ഭാഗത്ത് എന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. ക്രിസ്തുവിൻ്റെ കൃപയാൽ നിങ്ങളെ വിളിച്ചവനെ വിട്ട് നിങ്ങൾ ഇത്ര വേഗത്തിൽ വേറൊരു സുവിശേഷത്തിലേക്ക് മാറിയത് കൊണ്ട് ഞാൻ ആശ്ചര്യപ്പെടുന്നു. അത് വേറൊരു സുവിശേഷമെന്നല്ല, നിങ്ങളെ
കലക്കി ക്രിസ്തുവിൻ്റെ സുവിശേഷം മറിച്ചു കളവാൻ ഇച്ഛിക്കുന്നു എന്നത്രേ. എന്നാൽ ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതനാകട്ടെ നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ ആയിരിക്കും എന്ന് ഇവിടെ എടുത്തു പറയുന്നു. ഇവിടെ മഹത്വമുള്ളവനായ പൗലോസ്ലീഹ എന്താണ് പറയുന്നത്? പൗലോസ്ലീഹ ധന്യം ചൊൽകട്ടെ എന്നേവം നിങ്ങളെ ഞങ്ങൾ അറിയിച്ചത് ഒഴിച്ച് വേറെ ആരെങ്കിലും വന്ന് നിങ്ങളോട് അങ്ങനെ എന്തെങ്കിലും അറിയിച്ചാൽ ആണെങ്കിലും അവൻ ശാപമേൽക്കും എന്നാണ് ഇവിടെ എടുത്ത് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പാട്ട്. പൗലോസ്ലീഹ ധന്യൻ ചൊൽകട്ടെ നിദേവം നിങ്ങളെ ഞങ്ങളറിയിച്ചതിനെതിരായി വേറൊരുവൻ വന്നറിയിച്ചാൽ വാനവനെങ്കിലും ആദൂതൻ താനേൽക്കും സഭയിൻ ശാപം. ഇവിടെ നാം കാണുന്നത് പരിശുദ്ധനായ പൗലോസ്ലീഹ വേദവിപരീതികൾക്ക് എതിരായിട്ട് ഇവിടെ പറയുന്ന ഭാഗമാണ് നമ്മൾ കേൾക്കുന്നത്. അത് നമ്മൾ വേദവിപരീതികളെ പറയുന്നത് ഒരിക്കലും വിശ്വസിക്കരുതെന്ന് നമ്മളോട് ഇവിടെ പൗലോസ്ലീഹ ഊന്നി പറയുന്നു. അങ്ങനെ സംഭവിച്ചാൽ നാം ദൈവകൃപയിൽ നിന്നും വീണു പോകുന്നു എന്നത് നാം മറക്കരുത്. 4ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ദൈവവചനത്തിൽ നിന്നും അകലുകയാണ് പിന്മാറ്റക്കാർക്ക് സംഭവിക്കുന്നത്. പരിശുദ്ധനായ പത്രോസ്ലീഹ പൊതുവിനെഴുതിയ ലേഖനം 2-ാം അധ്യായം, പൊതുവിനെഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 8-ഉം 9-ഉം വാക്യത്തിൽ എന്താണ് പറയുന്നത്? അവർ വചനം അനുസരിക്കായികയാൽ ഇടറിപ്പോകുന്നു, അതിനെ അവരെ വെച്ചുമിരിക്കുന്നു. നിങ്ങളോ അന്ധകാരത്തിൽ നിന്നും തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിച്ച് ആനന്ദിപ്പിക്കത്തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവും ആകുന്നു. അതായത് നമ്മളെ തന്നെ തിരിച്ചറിയുവാനാണ് ഇവിടെ പൗലോസ്ലീഹ പറയുന്നത്. പൗലോസ്ലീഹ പറയുന്നത് ദൈവവചനത്തിൽ നിന്നും അകന്നു പോകുന്നവർ അന്ധകാരത്തിൽ നിന്നും പ്രകാശത്തിലേക്ക് വരാൻ സാധിക്കില്ല എന്ന് തന്നെയാണ്. അത് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. 5-ാമത്തെ പോയിന്റ് ഇവിടെ പറയുന്നത് അവിശ്വാസിയായിത്തീരുന്നു. അതായത് പിന്മാറ്റക്കാർക്ക് വിശ്വാസിയായിരിക്കാൻ സാധിക്കുകയില്ല. ഇവിടെ നാം നോക്കുമ്പോൾ എബ്രായ ലേഖകൻ പറയുന്നത് 3-ാം അധ്യായം 12-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നു: സഹോദരന്മാരെ, ജീവനുള്ള ദൈവത്തെ ത്യജിച്ച് കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങൾക്ക് ആർക്കും ഉണ്ടാകാതിരിക്കാൻ നോക്കുവിൻ. അതായത് ജീവനുള്ള ദൈവത്തെ ത്യജിച്ച് കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിക്കാൻ നോക്കുവിൻ എന്നാണ് ഇവിടെ ഈ ലേഖകൻ നമ്മളോട് പറയുന്നത്. എബ്രായ ലേഖകൻ പറയുന്നത് ജീവനുള്ള ദൈവത്തെ ത്യജിച്ച് കളയാതിരിക്കാൻ അവിശ്വസിക്കരുത് എന്നാണ്. അങ്ങനെ ഉള്ളവർ ശിക്ഷാവിധിക്ക് കാരണഭൂതരാകും, അവരുടെ ദർശനം നഷ്ടപ്പെടും, അവർക്ക് രക്ഷ ഉണ്ടാകുകയില്ല എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. പുനരുത്ഥാന ദിവസത്തിൽ അവർക്ക് നിത്യജീവൻ ലഭിക്കുകയില്ല. പിന്മാറ്റക്കാർക്ക് സംഭവിക്കുന്നത് നാം കണ്ടല്ലോ. അതായത് ദൈവത്തിൽ നിന്നും അവർ അകലുന്നു, ദൈവ സന്നിധി വിട്ട് ഓടി ഒളിക്കുന്നു, ദൈവകൃപയിൽ നിന്ന് വീണു പോകുന്നു, ദൈവവചനത്തിൽ നിന്നും അകലുന്നു. പിന്മാറ്റക്കാര് അവിശ്വാസിയായിത്തീരുന്നു എന്ന് ഇത് നമ്മളിവിടെ കണ്ടു. അതിനാൽ നാം പിന്മാറ്റക്കാരുടെ കൂടെ ആയിരിക്കരുത്. ദൈവം നമ്മെ അനുഗ്രഹിക്കണമെങ്കിൽ നാം അവനുള്ളവർ ആയിരിക്കണം. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം.